മണിപ്പൂരിൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിരോധനം 5 ദിവസം കൂടി നീട്ടിയെന്ന വാർത്ത വരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം. ഡൽഹിയിൽ നിന്നും വിനീത വിജി തത്സമയം ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. മണിപ്പൂരിൽ നമുക്കറിയുന്നത് പോലെ ഈ കുറച്ച് ദിവസങ്ങളിലായി വലിയ രീതിയിലേക്കുള്ള സംഘർഷങ്ങളും സ്ഫോടനങ്ങളും ആക്രമണങ്ങളും ഒക്കെ തുടരുന്നൊരു പശ്ചാത്തലമുണ്ട്. ഇത് തടയുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മണിപ്പൂരിലെ 5 ജില്ലകളിലേക്കടക്കം ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആ നിരോധനം ഇനി ഒരു 5 ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. സെപ്റ്റംബർ 20 വരെ നിരോധനം തുടരുമെന്നാണ് ഇപ്പോൾ മണിപ്പൂർ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും പറയുന്നുണ്ട്. ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, ബിഷ്ണുപൂർ തുടങ്ങിയ 5 സ്ഥലങ്ങളിലാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ മണിപ്പൂർ ആക്രമണവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അസത്യമായിട്ടുള്ള ചില സന്ദേശങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പോസ്റ്റുകൾ ഒക്കെ വരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതേസമയം മണിപ്പൂരിൽ ഇപ്പോഴും ആ ഒരു ആക്രമണങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുക തന്നെയാണ്. കഴിഞ്ഞ ദിവസം മണിപ്പൂരിലെ ഗതാഗത മന്ത്രിയുടെ വസതിക്ക് സമീപം ആ സ്ഫോടനം ഉണ്ടായി. ഗാസി മുഷ്മുവിന്റെ വസതിക്ക് സമീപമാണ് സ്ഫോടനം ഉണ്ടായത്. പക്ഷെ ആ സമയം മന്ത്രി അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളപായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ ആക്രമണം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കൂടി രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും ഒക്കെ താമസിക്കുന്ന ഇടങ്ങളിൽ കൂടുതൽ സുരക്ഷയടക്കം വർദ്ധിപ്പിക്കുന്ന കാര്യവും ഇപ്പോൾ ആലോചനയിലുണ്ട്. അതേസമയം മണിപ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ പരിശോധന നടക്കുകയാണ്. ഇന്നും ചില ഇടങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുമുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു വിനീത വിജി.